ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി TD പ്രതാപന് ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. നേരത്തെ കലൂർ PMLA കോടതിയും ജാമ്യ ഹർജി തള്ളിയിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, എന്താണ് കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? കേസ് അന്വേഷണത്തെ അതെങ്ങനെയാണ് ബാധിക്കുക? വിഷ്ണു, ഹാഷ്മി, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പെന്നാണ് നേരത്തെ EDയും ക്രൈംബ്രാഞ്ചും ഒക്കെ കോടതിയിൽ പറഞ്ഞിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ED ഈ TD പ്രതാപന്റെ ജാമ്യ ഹർജി എതിർത്തത്. നേരത്തെ PMLA കോടതി TD പ്രതാപന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ED മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം അനുവദിക്കുന്നത് പറഞ്ഞിരുന്നു. അത് PMLA കോടതി അങ്ങനെയാണ് TD പ്രതാപന്റെ ജാമ്യ ഹർജി തള്ളുന്നത്. വീണ്ടും ഹൈക്കോടതിയെ പ്രതാപൻ സമീപിക്കുകയായിരുന്നു. തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ കേസ് ED ചുമത്തിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതാപൻ ജാമ്യാപേക്ഷയുമായി ബെച്ചു കുര്യന്റെ ബെഞ്ചിനെ സമീപിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിലപാട്. പ്രത്യേകിച്ച് ഇതൊരു വലിയ തട്ടിപ്പാണ്. അന്വേഷണം ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രതാപന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് എന്ന EDയുടെ വാദം അംഗീകരിച്ചാണ് നിലവിൽ ജാമ്യം തള്ളിയിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.